കോൺഗ്രസുമായി ഡീൽ ഉറപ്പിച്ച് മതതീവ്രവാദ സംഘടനയായ SDPI മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മതമൌലികവാദ സംഘടനകളെ ചേർത്തുപിടിച്ചാണ് ഇടത് വലത് മുന്നണികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മതതീവ്രവാദ സംഘടനകളോടുള്ള ഡീൽ ഊട്ടിയുറപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF. SDPI നേതൃത്വവുമായി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി. ഇതോടെ മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ SDPI സ്ഥാനാർത്ഥി KM അഷറഫ് ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. പ്രചരണം തുടരുന്നതിനിടെയാണ് മതതീവ്രവാദ സംഘടനയുടെയും UDFന്റെയും രാഷ്ട്രീയ നാടകം. കഴിഞ്ഞ ദിവസം തന്നെ SDPI സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫ് സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കുമെന്ന് അറിയിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യം നേരിട്ട് വന്ന് ചർച്ച ചെയ്തിരുന്നതായും അദ്ദേഹം തുറന്നു സമ്മതിച്ചു. മതമൗലികവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയും UDFനൊപ്പം ചേർന്ന് പ്രവർത്തിക്കും. ജമാഅത്തെ നേതാക്കൾ പിന്തുണ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്താൻ ചരട് വലിച്ചത് മുസ്ലിം ലീഗാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതോടെ കാസർഗോഡ് SDPIയിൽ പൊട്ടിത്തെറി തുടങ്ങി. പത്രിക പിൻവലിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടതോടെ KM അഷറഫ് ഭാരവാഹിത്വം രാജിവെച്ചു. ജനം, കാസർഗോഡ്.